ഹലോ നമസ്കാരം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന എന്നെ ചിന്തിച്ച ബൈബിൾ വചനം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 15 അധ്യായം 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. ഞാനിതൊന്ന് വായിച്ച് കേൾപ്പിക്കുന്നു. യേശു അവിടം വിട്ടു സീദോൻ എന്ന പ്രദേശത്തിലേക്ക് പിൻവാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കന്യാസ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്രാ, എന്നോട്ട് കരുണ തോന്നണമേ, എൻ്റെ മക്കൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്നുറക്കെ നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്കെ വന്നു. അവൻ നമ്മുടെ പിന്നാലെ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിൽ അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോലെ ആടുകളെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ പറഞ്ഞു, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല എന്നുത്തരം പറഞ്ഞു. അതിനവൾ, എൻ്റെ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന ചില നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവളുടെ മക്കൾക്ക് സൗഖ്യം വന്നു. അപ്പം ഈ ഒരു ബൈബിൾ വാചനത്തിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്തെന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ ഭവനത്തിൽ നഷ്ടപ്പെട്ട ആടുകളെ അടുത്തേക്ക് മാത്രമാണ് ദൈവം പോകാൻ ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ ജനത്തിനോടാണ് ദൈവത്തിന്, ഈശോയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്. അപ്പം നമ്മൾ ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്നാന്ന് വെച്ചാൽ, നമ്മൾ ഇസ്രായേൽ ജനത്തിലേക്ക് നമ്മൾക്ക് എങ്ങനെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ജനമാകാം എന്നതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെ നമുക്ക് ഈശോയുടെ ഇഷ്ടപ്പെട്ട ജനമാകാം, ഇഷ്ടപ്പെട്ട ഇസ്രായേൽ ജനമാകാം എന്ന് പറയുന്നു. ഈ സ്ത്രീ എന്ന് പറയുന്നത് വേറെ ഒരു ഗോത്രത്തിൽപ്പെട്ട സ്ത്രീയാണ്. അപ്പം ഈ സ്ത്രീയോട് പോലും അത്രയ്ക്ക് താല്പര്യമില്ലാതെയാണ് ഈശോ സംസാരിച്ചത്. ഈശോ പറയുന്നുണ്ട്, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. മകളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല എന്ന് ഈശോ പറയുന്നു. ഇസ്രായേലിന് വേണ്ടി വെച്ച അപ്പമാണ്, അത് നിനക്ക് എങ്ങനെ തരാൻ പറ്റുമെന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് എങ്ങനെ ഇസ്രായേലിൻ്റെ മക്കളാകാം എന്നതാണ്.